എന്നിട്ട് പറയാം, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല. ഈശോ പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിലൂടെ അടുത്ത രണ്ടാം പാദമാണിത്. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണം. അന്നു വേണ്ടുന്ന ആഹാരം നമുക്കെന്നും കിട്ടുന്നുണ്ടല്ലേ? നമുക്ക് ആവശ്യമുള്ള ആഹാരം, ശരീരത്തിന് ആവശ്യമുള്ള ആഹാരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിലേ നമ്മൾ കഷ്ടപ്പെട്ട് കടം മേടിച്ചാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കും. പുലർന്ന കുടുംബനാഥന്മാരെ അവർ എവിടുന്നോ കടം മേടിച്ചാണെങ്കിൽ ശരി, കുടുംബത്തിന് മക്കളെ പോറ്റാനുള്ള ആഹാരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കും. അത് ഒരു കുടുംബനാഥൻ്റെ ഉത്തരവാദിത്തമാണ്, ഒരു കുടുംബനാഥൻ്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ നമ്മുടെ ആന്തരിക മനുഷ്യൻ, നമ്മുടെ ആത്മീയ മനുഷ്യന് ആവശ്യമുള്ള ആഹാരം നീ വാങ്ങിക്കൊടുക്കുന്നുണ്ടോ? അത് കിട്ടിയിരുന്നെങ്കിൽ, അത് എല്ലാ ദിവസവും കിട്ടിയിരുന്നെങ്കിൽ, നമ്മൾ കേട്ട 32 സങ്കീർത്തനത്തിൽ കേട്ടതുപോലെ നമ്മുടെ ശരീരം വരണ്ടു പോകില്ലായിരുന്നു, ശക്തി വരണ്ടു പോകില്ലായിരുന്നു, ശരീരം ക്ഷയിച്ചു പോകില്ലായിരുന്നു. ഹല്ലേലൂയ. എന്താണ് അന്ന് വേണ്ടുന്ന ആഹാരം? ശരീരത്തിനും മനസ്സിനും ആത്മാവിനും എന്നും വേണ്ടുന്ന ആഹാരം, എപ്പോഴും വേണ്ടുന്ന ആഹാരം വചനമാണ്, ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ എന്തുമാത്രം നമ്മൾ ഭക്ഷിക്കുന്നു, എത്രമാത്രം നമ്മൾ പാനീയമായിട്ട് കുടിക്കുന്നു, നമ്മുടെ ആഹാരം അതാണ്. അത് കുറഞ്ഞു പോകുമ്പോൾ, അതില്ലാതെ പോയി കഴിയുമ്പോൾ നമ്മൾ വരണ്ടു പോവുകയാണ്, ശക്തി ക്ഷയിച്ചു പോവുകയാണ്. നമുക്ക് എത്രമാത്രം ആഗ്രഹവും താല്പര്യമുണ്ട് പ്രിയരെ ദൈവത്തിൻ്റെ ആഹാരം, സ്വർഗത്തിൻ്റെ ആഹാരം കഴിക്കുവാനായിട്ട്. അതില്ലാതെ പോകുമ്പോൾ മനുഷ്യന് ശക്തിയില്ല, അഭിഷേകത്തിന് ശക്തിയില്ല, ഉണങ്ങി വരണ്ടു പോയി. അടുത്ത വചനമാണ്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. എന്നിട്ട് പറഞ്ഞ്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇവിടെ ഉദ്ദേശിക്കുന്ന കടങ്ങൾ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചു. പെട്ടെന്ന് വിചാരിക്കും സാമ്പത്തികമായി നമ്മൾ കടമെന്ന് വാക്ക് ഉപയോഗിക്കുക. സാമ്പത്തികമായിട്ട് നമ്മൾ ആർക്കെങ്കിലും പണം കൊടുക്കാനുണ്ടെങ്കിൽ കടമാണ്. പക്ഷെ ഇവിടെ രണ്ട് തരത്തിൽ നമ്മളത് ആ ഒരു മേഖലയിൽ മാത്രമല്ല കടമെന്ന് പറയുന്നത്. നമ്മുടെ ബന്ധങ്ങളിൽ വന്ന കടങ്ങളുണ്ട്. നമ്മൾ ബന്ധങ്ങളിൽ വന്ന കടങ്ങൾ, ഒരു ഉദാഹരണം പറയുകയാണ്. ഇപ്പോൾ നമ്മൾ ഒരുവനെ സഹായിച്ചു, നമ്മൾ സ്നേഹിച്ചു, സാമ്പത്തികമായിട്ട് അയക്കണമെന്നില്ല, എന്തെങ്കിലും നമ്മൾ സഹായം കൊടുത്തു, സ്നേഹിച്ചു. പക്ഷെ ആ സഹായം ലഭിച്ച വ്യക്തി മറ്റൊരവസരം വന്നപ്പോൾ നമുക്കെതിരെ തിരിഞ്ഞു, നമ്മളെ കുറ്റം പറയുകയാണ്, നമുക്കെതിരെ പറയുകയാണ്. അപ്പോൾ ഇത് വരുന്നറിയാവോ, ഈ കുറ്റം പറഞ്ഞവന് അതൊരു കടമായിട്ട് മാറി. തന്നെ സഹായിച്ചവനോട് നന്ദി പറയേണ്ടതിന് പകരം എന്തോ ഇഷ്ടക്കേടിൽ അവൻ ഇയാൾക്കെതിരെ തിന്മ പറഞ്ഞു. അപ്പോൾ ഈ കുറ്റം പറഞ്ഞൊരു കടക്കാരനായിട്ട് മാറുകയാണ്, അതൊരു ബന്ധനമായിട്ട് മാറുകയാണ്. നമുക്കറിയാം, കടമെന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്കറിയാം അല്ലേ? ഓർമ്മ, ഇത്ര രൂപ കടമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അയാൾക്ക് ഇത്ര കൊടുക്കണം, ഇത്ര രൂപ കൊടുക്കണം, അതൊരു ബാധ്യതയാണ്. അത് കൊടുത്തു വിട്ടാതെ ഒരു നിവൃത്തിയില്ല. ഒരു മനുഷ്യനായിക്കോട്ടെ, ബാങ്കിൽ നിന്ന് ലോൺ ആയിക്കോട്ടെ, അത് കടമാണെങ്കിൽ, കൊടുക്കാൻ പറ്റിയിട്ടില്ല, കടമാണത്. അത് കൊടുത്തു വീട്ടുന്നില്ല, എന്ത് സംഭവിക്കും? നടപടികൾ ഉണ്ടാകും. ബാങ്കാണെങ്കിൽ ജപ്തി നടപടിയായിട്ട് പോകും, വീടൊക്കെ ജപ്തി ചെയ്യും. അതാണ് കടം. അത് മോചനമില്ലാത്തൊരു ബന്ധനമാണ് കടമെന്ന് പറയുക. അപ്പോൾ കടം വീഴണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബാങ്കിന് കൊടുക്കേണ്ട കടം നമ്മൾ കൊടുക്കണം, പണം അടയ്ക്കണം. അപ്പോൾ ഇവിടെ കടം വീടി. നമ്മൾ കടം വാങ്ങിയ മനുഷ്യൻ നമ്മൾ ആ കടം തിരിച്ചു കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ കടം വീടി, ഇതിന് കടം അവിടെ ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെയാണ് മനുഷ്യ ബന്ധങ്ങളിൽ നമ്മൾ കടക്കാരായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വാക്കോ പ്രവൃത്തിയോ മറ്റൊരുവിന് അതൊരു ഇടർച്ചയ്ക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ, സ്നേഹത്തിനും നന്ദിക്കും പകരം നമ്മളെ സഹായിച്ചവനെ നമ്മൾ കുറ്റപ്പെടുത്തിയപ്പോൾ അവിടെ നമ്മൾ കടക്കാരായിട്ട് മാറി. ഇതാണ് നമ്മളിന്ന് ആദ്യത്തെ പ്രാർത്ഥനയിൽ നമ്മളിത് കേട്ടു. അതിക്രമങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടു.
ഞാൻ പറഞ്ഞു, വാസ്തവത്തിൽ ഞാൻ ആ വചനമൊന്നും പറയാൻ ആഗ്രഹിച്ചതായിരുന്നില്ല. ഈ ഒരു വചനം മാത്രം ഞാൻ ചോദിച്ചു, കർത്താവ് ഞാൻ എന്താണ് ഇന്ന് പങ്കുവെക്കേണ്ട വചനം? അപ്പോൾ ഈ ഒരു വചനം മാത്രമേ കിട്ടി, ഈ 6:11 വചനം. പക്ഷെ അതുമായിട്ട് വളരെ ബന്ധപ്പെട്ടാണ് ആരാധന സമയത്ത് സങ്കീർത്തനം 32 വചനങ്ങളെല്ലാം കടന്നു വന്നത്. അതെല്ലാം നമുക്ക് കടങ്ങളാണ്, അതിക്രമങ്ങളെല്ലാം കടങ്ങളാണ്, ഓർക്കണം. അപ്പോൾ ഈ കടങ്ങൾ ദൈവത്തിന് മുമ്പിൽ കിടക്കുകയാണ്. നമ്മളുടെ മറ്റുള്ളവരുടെ ബന്ധങ്ങളിൽ നമ്മൾ ഈ കടങ്ങളെ കെട്ട് അഴിച്ചു കളയണം. എന്നിട്ട് നോക്കിയോ അടുത്ത വചനം. ഇത് പറഞ്ഞതിന് ശേഷം അടുത്തത് എന്താ കർത്താവ് പഠിപ്പിച്ചത്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. പ്രലോഭനം എന്ന് പറയുന്നത് അത് പിശാചിൽ വരുന്നതാണ്. പ്രലോഭനം എപ്പോഴും അല്ല, അശുദ്ധാത്മാക്കളിൽ വരികയാണ്. നമ്മൾ പ്രലോഭിതരായി തീരുന്നു, ശുഭിതരായി പോകുന്നു. ശോഭം ഉണ്ടാകുന്നത് അത് പ്രലോഭനമാണ്. ഒരുവൻ ഒരു വാക്ക് സംസാരിച്ചപ്പോൾ ആത്മസമനം പാലിക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് ശോഭിച്ചു. അത് പ്രലോഭനമാണ്, അതൊരു പൈശാചിക പീഡയാണത്. അതിന് പിന്നിൽ നിൽക്കുന്ന അശുദ്ധാത്മാക്കളാണ്. അതായത് നമ്മുടെ രക്തത്തിലേക്കും നമ്മുടെ ഹൃദയത്തിലേക്കും പകരപ്പെട്ട തലമുറയുടെ പാപങ്ങൾക്ക് ജീവൻ കൊടുക്കുന്ന അശുദ്ധാത്മാക്കൾ. നമ്മുടെ തന്നെ തലമുറകൾ അതേ പാപം ചെയ്ത് മരിച്ചുപോയ നമ്മുടെ കുടുംബാംഗങ്ങളോ നമ്മുടെ പിതാക്കന്മാരോ തലമുറകളോ രക്ഷപ്പെട്ടിട്ടില്ലാത്ത ആത്മാക്കൾ അശുദ്ധാത്മാക്കളായി നമ്മളെ സ്വാധീനിക്കുന്നു. അത് പ്രലോഭനമാണ്. അത് പല രീതിയിൽ വരാം. കോപിക്കാൻ, പൊട്ടിത്തെറിക്കാനും, തിന്മയെ ചിന്തിക്കാനും, മോശമായത് കാണാനും, പല രീതിയിൽ നമുക്ക് പാപം ചെയ്യാനും ഒക്കെ നമുക്ക് പ്രലോഭനം ഉണ്ടാവുകയാണ്. അത് തന്നെ പിന്നിൽ നിൽക്കുന്ന അശുദ്ധാത്മാക്കൾ തലമുറ നമ്മൾ അറിയണം. അപ്പോൾ അവർ നമ്മളെ പോലെ വെറും ആത്മാക്കളാണെന്ന് അറിഞ്ഞ് പിശാചിന്റെ പിടിയിൽ കിടക്കുന്നതുകൊണ്ട് അവർ ചെയ്യിപ്പിക്കുന്ന അറിഞ്ഞുകൊണ്ട് അത്തരം പ്രലോഭനങ്ങൾ വരുമ്പോൾ നീ തിരിച്ചറിയണം, ബോധവാനാകണം. ഇത് എന്നെ പ്രലോഭിപ്പിക്കുകയാണ്. നിന്നുള്ള പരിശുദ്ധാത്മാവ് ഉണരും, അപ്പോൾ നിന്നെ പ്രലോഭിപ്പിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പം നീ എന്ത് ചെയ്യണം? ഒരു പ്രലോഭനമാണെന്ന് അറിഞ്ഞപ്പോൾ നീ എന്ത് ചെയ്യേണ്ടി വരും? അതിനെ കീഴ്പ്പെടുത്തണം, വേണ്ടേ? ജയിക്കണം. ജയിക്കാൻ എന്ത് ചെയ്യണം? നിങ്ങളുടെ പുറകിൽ ഒരു പാമ്പ് കയറി, നിങ്ങൾ എന്ത് ചെയ്യും? അയ്യോ പാമ്പെന്ന് പറഞ്ഞ് പാമ്പിന് മുമ്പിൽ മുട്ടുകുത്തുവോ? എന്ത് ചെയ്യും? ഒരു വടിയെടുത്ത് തല്ലിക്കൊല്ലും, അല്ലേ? നിങ്ങളുടെ വീട്ടിൽ പാമ്പ് കയറാൻ സമ്മതിക്കില്ല, അത് അപകടമാണ്. അതുതന്നെയാണ് ആത്മീയ ജീവിതത്തിലും. ഒരു വടി നമ്മൾ എടുക്കണം, അധികാരത്തിൻ്റെ വടി, അഭിഷേകത്തിൻ്റെ വടി. കഥാവ് പറഞ്ഞ അധികാരമുണ്ട്. എത്രയോ വചനങ്ങളുണ്ട്. മത്തായി 16:19 ഈ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗ്ഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. ലൂക്ക 10:19 ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തിയും ഇത് ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ എല്ലാ അധികാരവും തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കില്ല. അനേകം വചനങ്ങളോട് അധികാരം തന്നിട്ടുണ്ട്. നമ്മളെ അധികാരം തന്നെ ആ അധികാരം ബന്ധിക്കണം. സ്വാധീനിക്കുന്ന ദുരാത്മാവേ വിട്ടുപോ, കീഴടങ്ങ, മാറിപ്പോ എന്ന് കൽപ്പിക്കുന്ന അധികാരം നിനക്കുണ്ട്. നിങ്ങൾ സ്വീകരിച്ച അഭിഷേകത്തിൽ ഈ അധികാരത്തിൽ നിങ്ങൾ ഉപയോഗിക്കണം. അവൻ കീഴടങ്ങും, വിട്ടുപോകും. 2-3 പ്രാവശ്യം നമ്മളെടുത്ത് ശ്രമിച്ചു വരുമ്പോൾ നമ്മളതിനെ ചെറുത്ത് കഴിഞ്ഞാൽ പിന്നെ തലപൊക്കം വരില്ല. ഒരു പ്രലോഭനം വരുമ്പോൾ കർത്താവേ എന്നെ പ്രലോഭിപ്പിക്കുകയാണ്, രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ നിനക്കൊരു രക്ഷയുടെ കിട്ടില്ല, ഒരു സഹായം കിട്ടില്ല. കാരണം കർത്താവ് നിന്നോട് എന്താ പറഞ്ഞത്? ഞാൻ നിനക്ക് അധികാരം തന്നിട്ടുണ്ട്. യു ഹാവ് ടു ടേക്ക് ദാറ്റ് വെപ്പൺ. നീ ആ ആയുധം എടുക്കുക. നീ ആയുധം എടുത്ത് നീ പ്രയോഗിക്കുക. അത് നമ്മൾ ചെയ്യണം. നമുക്ക് തിന്മയെ ജയിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ വിശ്വാസപൂർവ്വം അധികാരപൂർവ്വം ചെയ്യണം. ഇവിടെ കൂട്ടായ്മയ്ക്ക് വരുമ്പോൾ ശുശ്രൂഷ നയിക്കുന്ന വ്യക്തികൾ ബന്ധനപ്രാർത്ഥന നടത്തുമ്പോൾ ഹല്ലേലൂയ പറഞ്ഞാൽ മാത്രം പോരാ. വ്യക്തി ജീവിതത്തിൽ നിനക്കെതിരെ വരുന്ന തിന്മകൾ, നിനക്കെതിരെ ഒരാൾ, കുടുംബത്തിൽ ഒരാൾ പ്രശ്നം ഉണ്ടാക്കുക, കലഹം ഉണ്ടാക്കുക, ഒരുപക്ഷെ ഭാര്യയായിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവോ അപ്പനോ അമ്മയോ ഒക്കെ നിനക്ക് ചുമ്മാ പ്രവൃത്തി പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിന്ന് എത്രയെന്ന് അവരെ ശകാരിച്ചാലും അവർ ശാന്തമാകാൻ പോകുന്നില്ല. അവിടെ എന്താ ഈ ശോഭിക്കുന്ന ആൾ പറയുന്ന പ്രകോപനത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്ന ആളുടെ ഹൃദയത്തിൽ എരുതിയിൽ എണ്ണയിട്ടതുപോലെ, തീയിൽ എണ്ണ അല്ല നമ്മൾ പെട്രോൾ ഒഴിച്ചു കൊടുക്കുന്ന പോലാണ്. പ്രകോപനത്തിൻ്റെ വാക്കുകളാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് പെട്ടെന്ന് ഇളകുകയാണ്. ഉള്ളിൽ തിന്മ നമ്മൾ ഇളകുകയാണ്. അവർ പറഞ്ഞതിന് 10 ഇരട്ടി പറയാൻ പ്രകോപിതരായിട്ട് മാറുകയാണ്. ഇവിടെയാണ് നമുക്ക് വിജയം ആവശ്യമുള്ളൂ. ആ വ്യക്തി കോപിക്കുമ്പോൾ, പൊട്ടിത്തെറിക്കുമ്പോൾ, തിന്മ സംസാരിക്കുമ്പോൾ അയാളല്ല, അയാൾ കിടക്കുന്ന അയാളുടെ തലമുറകൾ അയാളെ കൂടെ എന്നെ പ്രകോപിപ്പിക്കുകയാണ്, അറിയണം. പക്ഷെ നീ ആ നിമിഷങ്ങളിൽ ശാന്തത പാലിച്ചുകൊണ്ട് അധികാരത്തിന് വടിയെടുത്തുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, ഇല്ലെങ്കിൽ സ്പിരിറ്റിൻ്റെ അഭിഷേകത്തിൻ്റെ അധികാരത്തിൽ നിന്നെ ബന്ധിക്കുന്ന പിശാചി എന്ന് നീ മനസ്സിൽ പറഞ്ഞാൽ മതി. ഉറക്കെ പറയല്ലോ. ഉറക്കെ പറഞ്ഞാൽ കേൾക്കുന്നയാൾ
ഭർത്താവ് പറയും, എടി നീ എന്നെ പിശാചെന്ന് വിളിച്ചല്ലേ, പിന്നെ അടുത്ത വഴക്കിനത് കാരണമാകും. മനസ്സിൽ പറഞ്ഞാൽ മതി. ഹൃദയത്തിൽ പറയണം, ഞാൻ നിന്നെ ബന്ധിക്കുന്ന സാത്താനെ. എന്നിട്ട് ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ഹൃദയത്തിൽ ചൊല്ലിക്കൊണ്ടിരുന്നു. ഒന്നും വേണ്ടാണ്ടിരുന്നു. അവിടെ ആ പിശാച് കീഴടങ്ങും. ഹല്ലേലൂയ. ഇത് മാത്രമേ ജയിക്കാനുള്ള മാർഗ്ഗമുള്ളൂ. അല്ലെങ്കിൽ ശത്രുവിടെ വിജയം വരികയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടത്തലായിട്ട് മാറുകയാണ്. അത് ഏത് മനുഷ്യരാകട്ടെ. ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോവാണ്. വണ്ടി ഓടിച്ചുകൊണ്ട് പോയപ്പോൾ ഒരു പക്ഷേ നമ്മൾ പോയി നമ്മുടെ ഒരുവനെ വണ്ടി തട്ടി വിചാരിക്കുക. ആ വണ്ടി തട്ടി കഴിഞ്ഞാൽ എന്ത് പറ്റി? പെട്ടെന്ന് അവർ പ്രകോപിതരായിട്ട് മാറുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണില്ല റോഡിൽ എന്തുമാത്രം വഴക്കം ഉണ്ടാകുന്നത്. യാത്ര ചെയ്യുമ്പോൾ കാണാം എത്രയോ വണ്ടികൾ അവിടെ ഒന്ന് ഉരശിയാൽ മതി, ഭയങ്കര പ്രശ്നം, റോഡ് ബ്ലോക്കാണ്. പിന്നെ പൊട്ടിത്തെറിക്കുകയാണ്, ചീത്ത വിളിക്കുകയാണ്. ഈ നിൽക്കുന്ന അവൻ ഒരു ഭാവം കണ്ടു കഴിഞ്ഞാൽ ഈ വരുന്ന വണ്ടി തട്ടപ്പെട്ടവൻ്റെ വണ്ടി 2-3 ആണുങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിലും അവിടെ യാതൊരു നിയന്ത്രണമില്ല. തെരുവിൽ കിടന്ന് ചീത്ത പറയിക്കും. പലവരും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ പ്രകോപനത്തിൻ്റെ സാഹചര്യങ്ങൾ നമ്മൾ അറിയണം. ഞാൻ പണ്ടൊക്കെ ധ്യാനങ്ങളിൽ പറഞ്ഞൊരു സംഭവമാണ്. ഞാൻ ഒരിക്കലും ഈ മൂന്നാറിൽ നിന്ന് മോറ്റടിക്ക് പോവുകയാണ്. KSRTC ബസ്സിലാണ് പോകുന്നത്. ഞാൻ യാത്ര ചെയ്ത് പോകുമ്പോൾ ഈ പള്ളിവാസല കഴിഞ്ഞ് അങ്ങോട്ട് പോകും. കല്ലാറ് വരുന്ന റോഡുണ്ട്. ആ റോഡിൽ പോയിക്കുന്ന സമയത്ത് ഒരു അംബാസഡർ കാറ് കയറി വരികയാണ്. അത് കയറ്റം കയറി വരുന്നു. KSRTC ബസ്. ഞാൻ ആ ബസ്സിനകത്തുണ്ട്. താഴേക്ക് പോവുകയാണ്. എങ്ങനെയോ ഡ്രൈവർക്ക് ഒരു ചെറിയ വളവായിരുന്നു. ഇയാൾക്ക് വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. വണ്ടി നേരെ ചെന്ന് ഇടിച്ചത് അംബാസഡറിൻ്റെ മുമ്പിലാണ്. അതിൻ്റെ ലൈറ്റെല്ലാം പൊട്ടി ആ ഫ്രണ്ടിലെ മഡ്ഗാർഡ് മുഴുവൻ തകർന്നു പോയി. അപ്പം ഞാൻ വിചാരിച്ചു നല്ല കാര്യമായി. കാരണം എനിക്ക് കാണാം വണ്ടി മുഴുവൻ തകർന്ന്, ഫ്രണ്ട് മുഴുവൻ തകർന്ന കാറിൻ്റെ. കാറിൽ മുഴുവൻ എന്താ കാണിക്കാൻ പോവുക. ഞാൻ വണ്ടിക്കത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രൈവർ ആപ്പാടെ വല്ലാതെ അസ്വസ്ഥനായി. KSRTC ഡ്രൈവർ. ആ വണ്ടി ഓടിച്ചിരുന്ന അംബാസഡർ ഓടിച്ചിരുന്ന മനുഷ്യൻ വണ്ടി പുറത്തിറങ്ങിക്കുന്ന അയാൾ മറുവശം വന്ന് അയാൾ ചാടി ഇറങ്ങി തോന്നുന്നു. അയാൾ ഇറങ്ങി വന്നിട്ട് മുമ്പശം കണ്ടു. അയാളൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ കൊണ്ട് 2 പുരോഹിതന്മാർ ഇറങ്ങി വരികയാണ് എൻ്റെ പുറകിൽ നിന്ന്. അവർ ഓർത്തഡോക്സോ യാക്കോബോ സഭയിൽപ്പെട്ടവരാണ്. തലയിൽ തൊപ്പി വെച്ചിട്ടുണ്ട്. 2 പുരോഹിതന്മാർ ഇറങ്ങി വന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വഴക്കിനുള്ള അവസരമാണ്. പക്ഷെ ഞാനവിടെ കണ്ട എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഈ 2 പേരും ഇറങ്ങി വന്ന് നോക്കിയിട്ട് ഇടിച്ച ഭാഗം അവർ കണ്ടു. എന്നിട്ട് അവർ ഡ്രൈവറോട് പറഞ്ഞു ബസ് മാറ്റാൻ പറഞ്ഞു. ബസ് വണ്ടി വെക്കുക, ആൾക്കാരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് പറഞ്ഞ് അവരാ വണ്ടി മാറ്റി, ബസ്സുകാർ വണ്ടി മാറ്റി ബസ് വിട്ട് പോകുന്നു. ഞാൻ ആ വണ്ടി പിന്നെ ചിന്തിക്കുക, ദൈവം ഇതെങ്ങനെ സാധിച്ചു? എന്തൊരു മനുഷ്യരാണത്. തങ്ങളുടെ വാഹനം തകർന്നിട്ട് ഒരു വാക്കുകൊണ്ട് പോലും പരാതി പറയാതെ, ദുഷിപ്പ് പറയാതെ ആ വണ്ടി പറഞ്ഞു വിട്ടു. അതെനിക്കൊരു വലിയ പാഠമായിട്ട് മാറി. ഇങ്ങനെ ശ്രമിക്കുന്ന മനുഷ്യരുണ്ടല്ലോ. അതല്ലെങ്കിൽ ആ റോഡ് ബ്ലോക്കായി ഇവിടെ കിടക്കും. പിന്നെ വല്ല വണ്ടിയിൽ നിന്നെല്ലാം പിന്നെ പോലീസ് വരണം. വണ്ടി മാറ്റണമെങ്കിൽ കാശ് ഇത്ര വേണം, കൊടുക്കണം. ഇതൊക്കെ തീരാലേ പ്രശ്നം തീരുമായിരുന്നുള്ളൂ. പക്ഷെ അവിടെ ഒരു പ്രശ്നം പോലും ഉണ്ടായില്ല. എത്ര പേരെ കൊണ്ട് സാധിക്കും അങ്ങനെ ഒരു നിലപാട് സഹിക്കാനും ക്ഷമിക്കാനും? അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നതാണ്. നമുക്ക് ലഭിച്ചിട്ടുള്ള പരിശുദ്ധാത്മാവിൽ നമ്മൾ അങ്ങനെ ആയി തീർന്നേ പറ്റൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിലെ മനുഷ്യർ കാണിക്കുന്നത് നമ്മൾ കാണിക്കരുത്. പണ്ടൊക്കെ എന്നോട് ഈ കരിസ്മാറ്റിക്കുള്ള ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്, നമ്മളൊക്കെ ഒരു പോഷന്മാരല്ലേ ബ്രദറെ, എന്താ കാര്യം? അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ട് ജീവിക്കുമ്പോൾ നമ്മളെല്ലാം ക്ഷമിക്കുന്നു, ബാക്കിയുള്ള ആളുകൾ അത് മുതലെടുക്കുകയാണ്. അത് ശരിയല്ലല്ലോ. ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. കാരണം നമ്മുടെ വിളിയാണ് ക്ഷമിക്കണം, സഹിക്കണം. നമ്മുടെ പിന്നെ എവിടെയാണ് ആശ്രയത്തിന്? ദൈവത്തിലുള്ള ആശ്രയത്തിന് എവിടെ? മറ്റൊരുവൻ അവൻ പ്രാർത്ഥനക്കാരനല്ല, അവൻ കരിസ്മാറ്റിക്കില്ല, ലോകത്തിലെ മനുഷ്യനാണ്. അവനത് മുതലെടുക്കുകയാണ്. എന്നാൽ നമ്മളിപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ക്ഷമിച്ചു, അപ്പോൾ അവർ തലേക്കറാൻ വരും. ഇതാണ് അവർ പറഞ്ഞത്. നമ്മൾ ക്ഷമിച്ചപ്പോൾ അവർ തലേക്കറാൻ വരും. ഞാൻ പറഞ്ഞു നീ ആശ്രയിക്കുന്ന കർത്താവിലല്ലേ, ആരുടെ നാമത്തിലാണ് ക്ഷമിച്ചത്? കർത്താവ് നാമത്തിലാണ് ക്ഷമിച്ചു. എങ്കിൽ ആ കർത്താവ് ഏറ്റെടുത്തിട്ടുണ്ട് അവിടെ. അത് മനസ്സിലാക്കണം. ഇത് തോൽവി പരാജയമല്ല, ഒരിക്കലും അങ്ങനെയല്ല അവരുടെ. അവിടെ നമുക്ക് താഴേണ്ടി വന്നേക്കാം, നമുക്ക് എളിമപ്പെടേണ്ടി വന്നേക്കാം. നമ്മൾ താഴണം, നമ്മൾ താഴണം. താഴുമ്പോഴാണ് ദൈവം അവിടെ ഉന്നതനാകുന്നത്. ഹല്ലേലൂയ. അവിടെ യേശു മഹത്വപ്പെടുകയാണ്. ഇപ്പം ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നമ്മൾ യേശുവിനെ മഹത്വപ്പെടുത്താൻ വിട്ടുകൊടുക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ശക്തമായിട്ട് മാറുകയാണ്. നമ്മൾ എതിർക്കാൻ വരുന്ന, പ്രലോഭിക്കാൻ വരുന്ന പിശാചിനെ നമുക്ക് ചെറുക്കാൻ സാധിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ അധികാരത്തിന് ദണ്ടുകൊണ്ട് എപ്പോഴും നമ്മളെ പ്രലോഭിക്കാൻ വരുന്ന പിശാചിനെ നമ്മൾ ബന്ധിക്കണം.
ഹൃദയത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കണം. നമുക്കെപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഒരു ധ്യാനത്തിന് വരുമ്പോൾ പ്രാർത്ഥന വരുമ്പോൾ മാത്രമല്ല, അതുപോലെ ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന അത് നമ്മൾ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ, ഹൃദയത്തിൽ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരുന്നാൽ നിങ്ങളവിടെ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് തീയിലേക്ക്. അഭിഷേകത്തിൻ്റെ തീയിലേക്ക് നിങ്ങൾ എണ്ണ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ ആത്മാവ് ഉണരും, നിങ്ങളുടെ അഭിഷേകം ഉണരും. നമുക്ക് നിമിഷത്തിൽ തന്നെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, അങ്ങേക്ക് നന്ദി, അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് മഹത്വം, നന്ദി, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, മഹത്വം, ആരാധന. ഹല്ലേലൂയ. അടുത്ത വചനമാണ്, മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. എന്നിട്ട് പറഞ്ഞ്, മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല. നമ്മൾ ഈ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ നമ്മൾ പഠിപ്പിച്ചത് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. കടം പാവമായിരിക്കും, തെറ്റായിരിക്കാം. അപ്പോൾ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. അതുപോലെ കർത്താവ് ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ തെറ്റുകളോ കടങ്ങളോ പാവങ്ങളോ ക്ഷമിക്കണമേ. അപ്പോൾ എന്നോട് തെറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നില്ലെങ്കിൽ നീയും എന്നോട് ക്ഷമിക്കേണ്ട. അതായത് അർത്ഥമുണ്ട്, ഉൾക്കൊണ്ടതാണ്. ഞാൻ ക്ഷമിച്ചിട്ടില്ലയോ, പിന്നെ കർത്താവ് ക്ഷമിക്കേണ്ട. യേശു വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങൾ ക്ഷമിക്കില്ല എങ്കിൽ നിങ്ങളോട് ക്ഷമിക്കപ്പെടുകയില്ല. അപ്പോൾ നമ്മുടെ കടങ്ങൾ എളിച്ചു കിട്ടണമെങ്കിൽ, നമ്മുടെ ബന്ധനങ്ങൾ അഴിയണമെങ്കിൽ ഏറ്റവും വലിയ വ്യവസ്ഥയാണ് ക്ഷമിക്കുക. അതിന് കാരണം, ക്ഷമിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം സ്നേഹം നഷ്ടപ്പെട്ടതാണ്. സ്നേഹം നഷ്ടപ്പെട്ടിട്ട് എന്തു കയറി പിടിച്ചു? എന്തുണ്ടായി? അവിടെ വെറുപ്പുണ്ടായി. വെറുപ്പ് വന്നു. വെറുപ്പ് ആരുടെ ശക്തിയാണ്? ഇത് പിശാചിനെയാണ്. അതാണ് 1 യോഹന്നാൻ 3:15 വചനം, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ്. ഒരാളെ വെറുക്കുമ്പോൾ അത് കൊലപാതകം എന്ന് ബൈബിൾ പറയുന്നത്, വചനം പറയുന്നത്. സഹോദരനെ വെറുക്കുന്ന കൊലപാതകയാണ്. അപ്പോൾ വെറുപ്പിലൂടെ നമ്മൾ ദൈവത്തിന് മുമ്പിൽ ആയിരിക്കുകയാണ്, കൊലപാതകങ്ങളായിട്ട് നിൽക്കുകയാണ്. ആരൊക്കെ വെറുത്തിട്ടുണ്ടോ അവരൊക്കെ നമ്മുടെ ഹൃദയത്തിൽ മരിച്ചു കിടക്കുകയാണ്. അവർക്ക് വെറും ശവശരീരങ്ങളാണ്, ജീവനില്ലാത്തവരാണ്, അവർ കൊന്നുകളഞ്ഞവരാണ് വെറുപ്പിലൂടെ. അവിടെ എങ്ങനെ ദൈവം അനുഗ്രഹിക്കും? അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി കർത്താവ് പറയാണ്, മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളുടെ പിതാവ് ക്ഷമിക്കും. നിങ്ങൾ ക്ഷമിക്കുന്നില്ല എങ്കിൽ നിങ്ങളോടും ക്ഷമിക്കപ്പെടുകയില്ല. വ്യവസ്ഥയില്ലാത്ത സ്നേഹം, വ്യവസ്ഥയില്ലാത്ത ക്ഷമ നമുക്കുണ്ടാകണം. ഇബ്രായ 12:14 വചനം, എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. എന്നിട്ട് പറയാം, എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. നമ്മൾ പറയും വിശുദ്ധി പ്രാപിക്കണം. പക്ഷേ ഇവിടെ വചനം പറയുകയാണ്, വിശുദ്ധി എന്ന് പറയുന്നത് പാപമോചനം മാത്രമല്ല, മറിച്ച് എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിക്കണം. അതിനർത്ഥം എങ്ങനെ സമാധാനം ഉണ്ടാക്കപ്പെട്ടത്? എങ്ങനെ സമാധാനം ഉണ്ടാകുന്നത്? നിങ്ങൾ പറ, എങ്ങനെ സമാധാനം ഉണ്ടാകുന്നത്? എന്ത് പ്രവൃത്തിയിലൂടെയാണ് സമാധാനം ഉണ്ടാകുന്നത്? ക്ഷമിക്കുമ്പോഴാണ്, അല്ലേ? ക്ഷമിക്കുമ്പോഴാണ് സമാധാനം ഉണ്ടാകുന്നത്. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സഹിക്കുക എന്നാണ്. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ സഹിക്കണം. ഞാൻ സ്വയം സഹിക്കുകയാണ്, എന്നെ വേദനിപ്പിച്ചു, എന്നെ തകർത്തു, അത് ഞാൻ ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ ഞാനത് സഹിക്കുന്നർത്ഥം. അപ്പോൾ ആ സഹനത്തിൽ ക്ഷമ വരികയാണ്. സഹിക്കുമ്പോഴാണ് ക്ഷമ വരുന്നത്. ക്ഷമിക്കുമ്പോൾ അത് സഹനമായിട്ട് മാറുന്നു. അത് സഹിച്ചു കഴിയുമ്പോൾ എന്തായിട്ട് മാറുമെന്ന് അറിയാമോ? സഹിക്കുന്നവൻ എന്ത് ചെയ്യാൻ പറ്റും? സ്നേഹിക്കാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ഷമിക്കുന്നവന് സ്നേഹിക്കാൻ പറ്റും. ഇവിടെ ഇതെല്ലാം വളരെ കൂടിച്ചേർന്ന ഈ 3 കാര്യങ്ങൾ, ക്ഷമിക്കുക, സഹിക്കുക, സ്നേഹിക്കുക. ഇതാണ് നമ്മുടെ ശക്തി. ശരിക്കും ഇതാണ് നമ്മുടെ ആത്മാവിന്, ആന്തരിക മനുഷ്യന് ബലമെന്ന് പറയുക. ഇതുള്ളവന് മാത്രമേ ശക്തിയുള്ളൂ. ഈ 3 നിയമങ്ങൾ പ്രാവർത്തികമാക്കിയാൽ നിന്റെ ജീവിതം ധന്യമാണ്, അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ്. ജീവിതത്തിൽ എവിടെയും ആരുമായുള്ള ബന്ധത്തിൽ ക്ഷമിക്കുക, സഹിക്കുക, സ്നേഹിക്കുക. അതിൻ്റെ മറുവശത്തെ നിയമമാണ് വെറുപ്പ്. ഇവിടെ വചനം പറഞ്ഞത്, നിങ്ങൾ സമാധാനത്തോടെ വർദ്ധിക്കുവാൻ വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കണം. വിശുദ്ധി കൂടാതെ
ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കില്ല. വിശുദ്ധി കൂടാതെ ഒരു ദൈവാനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കത്തില്ല. അടുത്ത വചനമാണ് 15. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു. എന്നിട്ട് പറഞ്ഞ് ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു. വിദ്വേഷത്തിൻ്റെ വേര് വളരും. എവിടെയാണ് വേര് വളരുന്നത്? നിങ്ങളുടെ പറമ്പിലാണോ? എവിടെ വളരുന്നത്? ഹൃദയത്തിലാണ്. അതെങ്ങനെയാണ് വേര് വളരുന്നത്? അപ്പോൾ വേര് വളരണമെങ്കിൽ വിദ്വേഷത്തിൻ്റെ വിത്ത് ആദ്യം വിതയ്ക്കപ്പെടണം. ഓക്കെ, ഒരാളുമായിട്ട് പെട്ടെന്ന് വെറുപ്പുണ്ടായി, ഒരാൾ പറഞ്ഞ വാക്ക് കേട്ടപ്പോൾ അല്ലെ പ്രവൃത്തിയിൽ ഹൃദയത്തിൽ വെറുപ്പ് വന്നു. ആ വെറുപ്പിനെ വിത്ത് അവിടെ വിതയ്ക്കപ്പെട്ടു, ഉള്ളിൽ വിതയ്ക്കപ്പെട്ടു. പക്ഷെ അതെങ്ങനെയാണ് വേര് പിടിക്കുന്നത്? ചിന്തയിലൂടെയാണ്, ചിന്തിക്കുന്നതുകൊണ്ടാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. എന്നോട് അങ്ങനെ കാണിച്ചല്ലോ. ആ ഒറ്റ നിമിഷം അത് ഉള്ളിൽ കിടക്കുന്ന തിന്മയ്ക്ക് അതിനെ സ്വാധീനിച്ച് വേര് പിടിപ്പിക്കാനായിട്ട് നമ്മൾ ഒരിക്കലും അനുവദിക്കില്ല. നമ്മുടെ ചിന്ത ഒരിക്കലും വളർത്തരുത്, വെറുപ്പ് വളർത്തരുത്. അത് വളരെ കഠിനമാണ്, കഠോരമാണത്. അതിന് വേര് ഉള്ളിൽ ഇറങ്ങിപ്പോയാൽ നമുക്കതിന് പിടിതറിയാൻ ഭയങ്കര ദുഷ്കരമാണത്. നമ്മുടെ ചിന്തകളെ സാധിച്ച് നമ്മൾ മല്ലടി ഇല്ല, നോ നോ പറ്റില്ല, സത്യമല്ല, അതിനെ വിട്ടു മാറ്. നമുക്കൊരു പക്ഷേ നമുക്ക് ക്ഷമിക്കാൻ വളരെ ബുദ്ധിമുട്ടായ സാഹചര്യമാണ്. പെട്ടെന്ന് ആർക്കും ക്ഷമിക്കാൻ പറ്റുന്നത് വരില്ല. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ആ വെറുപ്പ് ഉള്ളിൽ വന്നു, വെറുപ്പ് തോന്നിയ വ്യക്തിയോട് അതും സംഭവിച്ചു. ആ വെറുപ്പ് വീണ് കഴിഞ്ഞപ്പോൾ അത് നമ്മൾ ബോധപൂർവം ദൈവമേ എനിക്ക് വെറുപ്പ് തോന്നിയല്ലോ, പെട്ടെന്ന് ക്ഷമിക്കാൻ പറ്റാതെ വരും. പക്ഷെ അവർക്ക് നിശബ്ദത പാലിക്കണം. നിശബ്ദനായിട്ട് ഒന്നും പറയരുത്. നിശബ്ദയിൽ കുറേ സമയം കഴിയുമ്പോൾ നിൻ്റെ മനസ്സും തണുക്കണം. അവിടെ മാത്രമേ നിനക്കത് ക്ഷമിക്കാൻ പറ്റൂ. അപ്പോൾ ഈ സമയങ്ങളിൽ ഈ വിദ്വേഷ വെറുപ്പിൻ്റെ വിത്ത് അത് വേരായി കേർത്ത് ഹൃദയത്തിൽ ആഴത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ വ്യക്തിയോടുള്ള വെറുപ്പ് ശക്തി പ്രാപിച്ചോടെ അത് ശക്തിപ്പെടുകയാണ്. അതൊരു ചെടി വൃക്ഷമായിട്ട് മാറുകയാണ്. നമ്മൾ ബോധവാന്മാരായിരിക്കണം. ഈ വേര് നമ്മൾ വളർത്തിയെടുക്കരുത്. ചിന്തകളിലാണ് വേര് വളർന്നു വരുന്നത്. ഒരിക്കലും നമ്മൾ വളർത്തിയെടുക്കരുത്. അതിന് പറിച്ചു കളഞ്ഞ് ഹൃദയത്തിൽ നിന്ന് ആ തിന്മയെ നമ്മൾ പിഴുതു മാറ്റണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്രകാരം ഒരു ക്ഷമ നമുക്ക് ദൈവത്തിന് മുമ്പിൽ കൊടുക്കണം. ദൈവത്തെ കാണിച്ചു കൊടുക്കണം. ഞാൻ ക്ഷമിച്ചു. അത് നമുക്ക് അനുഗ്രഹത്തെ കൊണ്ടുവരുന്ന ഒരു ചാനലാണ്. ഹല്ലേലൂയ. നമുക്ക് കണ്ണിലടച്ചുകൊണ്ട് നമ്മുടെ കയ്യിൽ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ബൈബിൾ താഴെ വയ്ക്കുക. നമ്മുടെ ജീവിതത്തിൽ എവിടെയെല്ലാം ഇങ്ങനെ വിതയ്ക്കപ്പെട്ട വെറുപ്പിൻ്റെ മേഖലകളുണ്ട്, മറ്റുള്ളവർ പറഞ്ഞ വാക്കുകളോ പ്രവൃത്തികളോ കൂരമ്പുകളായിട്ട് ഹൃദയത്തിൽ മുറിപ്പെടുത്തി അതൊക്കെ വളർന്ന് ഇന്നും അയാൾ ഓർക്കുമ്പോൾ, ആ പ്രവൃത്തി ഓർക്കുമ്പോൾ വെറുപ്പ് തോന്നാൻ പലപ്പോഴും ആ വേര് കിടപ്പുണ്ട് അവിടെ. അത് വൃക്ഷമായി കിടപ്പുണ്ട്. അതിൽ വരുന്ന മോശം ഫലങ്ങളാണ്. കർത്താവേ എന്നെ സഹായിക്കണമേ. എൻ്റെ ഉള്ളിൽ കിടക്കുന്ന വെറുപ്പിൻ്റെ ഈ വിത്തുകളും ആ വൃക്ഷങ്ങളും അങ്ങ് കാണുന്നു. സഹിക്കാൻ പറ്റുന്നില്ല, ക്ഷമിക്കാൻ പറ്റുന്നില്ല. കർത്താവേ എന്നോട് കരുണ തോന്നണമേ. എൻ്റെ സഹോദരനോട് ക്ഷമിക്കുവാൻ, എൻ്റെ സഹോദരിയോട് ക്ഷമിക്കുവാൻ നിങ്ങളുടെ പരിശുദ്ധാത്മാവിനെ അയച്ചു, സഹായനെ അയച്ച് എന്നെ സഹായിക്കണമേ. എൻ്റെ കർത്താവേ, ഞാൻ നാവ് കൊണ്ട് പൂർണ്ണമായി ക്ഷമിക്കുന്നു പറയുമ്പോഴും എന്നെ വെറുത്ത വ്യക്തിയെ മുമ്പിൽ കണ്ട് സ്നേഹിക്കാൻ സാധിച്ചാൽ മാത്രമേ ആ വെറുപ്പ് വിട്ടു പോകുന്നുള്ളൂ. ആ വ്യക്തി ഓർക്കുമ്പോൾ ഹൃദയത്തിൽ വീണ്ടും അസ്വസ്ഥത, അസമാധാനവും വെറുപ്പുമാണ് വരുന്നതെങ്കിൽ അത് ക്ഷമിക്കപ്പെട്ടിട്ടില്ല. ആ വേര് കിടക്കുകയാണ് അവിടെ. അത് വളർന്നു വന്നുകൊണ്ടിരിക്കും, വിഷമായിട്ട് കിടക്കും. അവിടെ ഒന്നും ദൈവത്തിൻ്റെ ആത്മാവിന് വരാൻ പറ്റില്ല. നീ അത് തയ്യാറാകണം, അത് പറിച്ച് കളയാനായിട്ട്. ഐ ഡോണ്ട് വാണ്ട് ദിസ് ഈവിൾ ഇൻ മീ. എനിക്കിതിനെ ആവശ്യമില്ല കർത്താവേ. ഐ ഡോണ്ട് വാണ്ട് ടു ബി എ സ്ട്രോങ് ഹോൾഡ് ഓഫ് ദ ഡെവിൾ. സാത്താൻ്റെ ഒരു ശക്തി എനിക്ക് വർദ്ധിക്കേണ്ട. എൻ്റെ ഹൃദയം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. എൻ്റെ ഹൃദയത്തിൽ വസിക്കേണ്ടത് ജീവജലമാണ്. ദൈവത്തിൻ്റെ ജീവനിൽ വസിക്കേണ്ടത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഞാൻ വിളിക്കപ്പെട്ടത് എല്ലാവരും സ്നേഹിക്കാനായിട്ടാണ്, എല്ലാവർക്കും ഈശോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ സ്നേഹം കൊടുക്കാൻ വേണ്ടി ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആയതിനാൽ എൻ്റെ ഹൃദയത്തിൽ എനിക്കിത് ആവശ്യമില്ല കർത്താവേ. നിങ്ങളുടെ വചനത്തെ അയച്ച് പിഴുതെറിയണമേ. ജെറമ്യ 1:9-10 വചനപ്രകാരം ഇത് പിഴുതെറിയാനും ഇടിച്ച് തകർക്കാനും നശിപ്പിക്കാനും തകടം മറിക്കാനും നട്ടുവളർത്താനും പണിതീർത്താനും വേണ്ടി നിന്നെ ഞാൻ അഭിഷേകം ചെയ്തിരിക്കുന്നു, അവരോധിച്ചിരിക്കുന്നു. താൻ്റെ വചനം രാജ്യങ്ങളുടെയും ജനതകളും തന്നെ അവരോധിച്ചു. വചനം ഇവിടെ മാംസം ധരിക്കപ്പെട്ടെ. എല്ലാ ഹൃദയങ്ങളിൽ നിന്നും ആ തിന്മ പിഴുതു മാറ്റപ്പെടട്ടെ. വിദ്വേഷത്തിന് വേരുകൾ പിഴുതെറിയപ്പെടട്ടെ.
വിടുതൽ മാറ്റുന്നു. വിട്ടുപോകട്ടെ, ഹൃദയങ്ങളെ വിട്ടു മാറട്ടെ. ഹൃദയങ്ങളെ മലിനമാക്കുന്ന വെറുപ്പിന്റെ ദുരാത്മാക്കൾ വിട്ടുമാറട്ടെ. ഔട്ട്, വിട്ടുമാറട്ടെ. ഹൃദയങ്ങൾ സ്വതന്ത്രമാകട്ടെ, ചിന്തകൾ സ്വതന്ത്രമാകട്ടെ, മനസ്സ് സ്വതന്ത്രമാകട്ടെ. ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്. അബോധ മനസ്സ് വിതയ്ക്കപ്പെട്ട മാതാപിതാക്കളിൽ കടന്ന് വിതയ്ക്കപ്പെട്ടതായ എല്ലാ വെറുപ്പിനെയും ബന്ധുഷ്ഠത ബന്ധിക്കുന്നു. ഉപബോധ മനസ്സിലുണ്ടായതായ ചെറുപ്പകാലത്തുണ്ടായിട്ടുള്ള വെറുപ്പിൻ്റെ മുറിവുകളെ ബന്ധിക്കുന്നു. ബോധ മനസ്സിലൂടെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരുന്ന വെറുപ്പിൻ്റെ ശക്തികളെ ബന്ധിക്കുന്നു. മനസ്സിൽ നിന്ന് പൂർണ്ണമായി പീഡിതെറിഞ്ഞ് വിട്ടുപോട്ടെ. ഔട്ട്, വിട്ടുമാറ്, വിട്ടുമാറ്. മാതാപിതാക്കളുടെയും തലമുറയുടെയും പകരപ്പെട്ട വെറുപ്പിൻ്റെ സകല ശക്തികളും എല്ലാ ദുരാത്മാക്കളും വിട്ടുമാറട്ടെ. തന്നെ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.